സലഫികളെ പള്ളിയിലും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹയ്യാൽ സലാ ഹയ്യാൽ ഫലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു വിഷയമില്ലല്ലോ. ബാങ്കിന് വല്ല വ്യത്യാസമുണ്ടോ? ബാങ്കിന് വല്ല വ്യത്യാസമുണ്ടോ? ഇവിടെ ഏതോ ഒരു നുഴഞ്ഞുകയറ്റ സലഫി പറയുന്നതായിട്ട് കേട്ടു, ബാങ്ക് കേട്ട് അങ്ങ് കയറുക നിൽക്കാന്നല്ലാതെ അത് കുത്തുബിത്ത് അയക്കുന്ന പള്ളിയാണോ, നേർച്ച അയക്കുന്ന പള്ളിയാണോ, ഓമം നടത്തുന്ന പള്ളിയാണോ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് ആദ്യം അതിന്റെ പള്ളിയിലൊന്നും കയറിയാൽ പോരെ. അത് മാത്രം പറ്റൂല, ഇത് പറ്റും. അതെന്ത് ന്യായ? കാദ്യാനികളെ പള്ളിയിൽ പോകാൻ പറ്റൂല, ഇപ്പുറത്തെ പള്ളിയിൽ പോകാൻ പറ്റും. അത് ശരി, ഭൂരിപക്ഷത്തിന്റെ പള്ളിയിൽ പോകാൻ ന്യൂനപക്ഷത്തിന്റെ പള്ളിയിൽ പോകാൻ പാടില്ല എന്നായിരിക്കും. ശരിയാണ്, കാദ്യാനികൾ വളരെ ന്യൂനപക്ഷമാണ്. സലഫികളെക്കാൾ ന്യൂനപക്ഷമാണ് കാദ്യാനികൾ കേരളത്തിൽ, വളരെ ചെറിയ ന്യൂനപക്ഷം. അവരെ വോട്ടുണ്ട് കാര്യമില്ല, അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, അവരെല്ലാം ലണ്ടനുമായിട്ട് ബന്ധപ്പെട്ടവരാണ്, കച്ചവട കാര്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അവർ പറ്റൂല. ബാക്കിയുള്ളവരെ ഭൂരിപക്ഷമാണ്, അവരുമായിട്ട് കച്ചവടം ചെയ്യണം, അവരുമായിട്ട് ബിസിനസ് ഉറപ്പിക്കണം, അവരുമായിട്ട് കല്യാണം ഉറപ്പിക്കണം, അവരുമായിട്ട് ബാക്കിയുള്ള, അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ ആണെങ്കിൽ പറ്റും, ന്യൂനപക്ഷത്തിന്റെ ആണെങ്കിൽ പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, വളരെ വിശദമായിട്ട് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഇന്ന് ചോദിക്കാൻ തുടങ്ങിയതല്ല, അത് 5-6 വർഷമായി ഞാൻ അത് പറയാൻ തുടങ്ങി. കാദ്യാനികൾ കാഫിറാണ് എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ്? സാധാരണ നാം സംസാരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ബാത്തിലാകുമ്പോഴാണ് ഒന്നിക്കൽ മുശ്രിക്കാകുന്നത്, അല്ലെങ്കിൽ കാഫിറാകുന്നത്, അല്ലെങ്കിൽ മുൽഹിദാകുന്നത്. ഒന്നിക്കൽ മുശ്രിക്ക്, അല്ലെങ്കിൽ കാഫിർ, അല്ലെങ്കിൽ മുൽഹിദ്. അടിസ്ഥാനപരമായി ഷഹാദത്തുമായി ബന്ധപ്പെട്ട വിഷയം അതാണ്. പിന്നെ അതിന്റെ ശാഖോപശാഖകളായിട്ട് മറ്റ് കാര്യങ്ങളുമായിട്ട്